ഹലോ ഗായ്സ്, വെൽക്കം ടു ഫോസ്റ്റർ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ട്രേഡിംഗ് പഠിക്കാം. നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ ഇല്ലാതെ, ഒരുപാട് കോഴ്സുകൾ എടുക്കാതെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു ട്രേഡിനെ മനസ്സിലാക്കാൻ പറ്റും നോക്കാം. ഓക്കെ, ഇത് ഇന്നത്തെ ചാർട്ടാണ് 20th. ഇന്ന് വെനസ്ഡേ, ബുധനാഴ്ചത്തെ ഇന്നത്തെ ചാർട്ടാണ് ഗോൾഡിന്റെ. ഓക്കെ, ഗോൾഡിൽ ഇത് 5 മിനിറ്റ്സിന്റെ ചാർട്ടാണ്. ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യമായിട്ടുള്ള ട്രേഡ് ഒന്നും നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റൂല എന്ന് തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അങ്ങ് ഇറങ്ങി, പിന്നെ സൈഡ് വേ പോയി, അഗെയിൻ മാർക്കറ്റ് വന്ന്, എന്നാൽ ഒരു കംപ്ലീറ്റ് ലിക്വിഡിറ്റി ഇവിടെ താഴെ എടുത്തിട്ടില്ല. അതിനുശേഷം മാർക്കറ്റ് കയറി, അതിനുശേഷവും മാർക്കറ്റ് പോകുന്നത് ഈ ഒരു രീതിയിലാണ്. കണ്ടില്ലേ, കൺസോളിഡേഷനിലാണ് മാർക്കറ്റ് പോകുന്നത്. നമ്മൾ എങ്ങനെ ഒരു ട്രേഡ് എടുക്കും? നമ്മൾ എങ്ങനെ ഈ ഒരു ചാർട്ടിന് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കും? അതുപോലെ തന്നെ ഈ ചാർട്ട് നമ്മൾ എങ്ങനെ നമ്മളെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ കൺസെപ്റ്റും യൂസ് ചെയ്യാം. പക്ഷെ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പിംഗ് തന്നെയാണ്. സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും അവിടെ ട്രേഡ് ഉണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏത് ഫ്രീ ഉള്ള സമയത്താണെങ്കിലും അവിടെ നമുക്ക് സ്കാൽപ്പിംഗ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ട്രേഡ് എടുത്ത് പോകാൻ പറ്റും. ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് നമുക്ക് വരില്ല. സോ അത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഗോൾഡിന്റെ ചാർട്ടിൽ ഈ മാർക്ക് ചെയ്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് EMA 20, 50, 100, 200. നമ്മൾ EMS വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഗോൾഡിന്റെ ചാർട്ടിനെ നമുക്ക് അനലൈസ് ചെയ്യാതെ വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും നോക്കാം. ഓക്കെ, EMA കൂടാതെ നമുക്ക് VWAP, അതുപോലെ തന്നെ സ്കാൽപ്പിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പെർട്ടിക്കുലർ കുറച്ച് ടൂൾസുകൾ ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് EMA നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ 200 എന്ന് പറഞ്ഞ ഈ ബ്ലൂ ലൈൻ ആണ്. ഈ ഗ്രീൻ ലൈൻ വന്നിട്ട് ഈ ഒരു ലൈൻ വന്നിട്ട് 100, ഇത് 50, ഇത് 20. ഓക്കെ, ഇത് വെരി ഈസിയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് EMA 200 ഈ ബ്ലൂ ലൈൻ ആണ്. അത് EMA കിങ് ഓഫ് EMA എന്ന് പറയും. അതായത് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിന്റെ രാജാവ് എന്ന് പറയപ്പെടുന്ന ലൈനാണ് EMA 200. അപ്പൊ അത് എപ്പോഴും നമുക്ക് മോസ്റ്റ് പ്രോബബിലിറ്റി ട്രേഡ് ആണ് EMA നമുക്ക് തരിക. അതായത് റിജക്ഷൻ ആവട്ടെ, പ്രൈസ് ആക്ഷൻ ആവട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും വാച്ച് ചെയ്യുന്ന ലൈനുകളാണ് അത്. അതായത് അത് ആവറേജ് പ്രൈസ് ആണല്ലോ വരുന്നത്. 200 ക്യാൻഡലുകളുടെ ആകെ തുകയാണ് ഈ EMA 200 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് എന്ന് നോക്കാം. ഇന്ന് മോർണിംഗ് ഒരു 6 o'clock ശേഷം വന്ന ഒരു ക്യാൻഡലിന് നമുക്ക് നോക്കാം. ഇവിടെ നല്ലൊരു പുഷ് മാർക്കറ്റിനെ കിട്ടി. മാർക്കറ്റ് EMA 200 എത്തിക്കഴിഞ്ഞതിന് ശേഷം 200 അവിടുന്ന് റിജക്ട് ചെയ്തു. ഈ എൻട്രി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലൈവ് ട്രേഡിംഗ് ഹിസ്റ്ററിയിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പം ഇതിൽ വന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം, ഇവിടെ ഒരു വീക്കോട് കൂടി മാർക്കറ്റ് ഇറങ്ങിയിട്ട് ഇവിടെ ക്ലോസ് ആയി മാർക്കറ്റ്. എവിടുന്ന മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്? മാർക്കറ്റ് 200 എന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ആ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് നമ്മളെ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് എന്നാണ് നമ്മളെ എൻട്രി. കാരണം ഈ റെഡ് ക്യാൻഡിൽ കാണുന്നതിന് മുന്നേ നമ്മൾ എൻട്രി കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് 83 75 വരെയുള്ള പ്രൈസിലോട്ട് മാർക്കറ്റ് വരാൻ ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആ എൻട്രി കൊടുത്തത്. അതേപോലെ തന്നെ അടുത്ത ഷുവർ ഷോട്ട് ആയിട്ട് വരുന്ന ഒരു ട്രേഡാണ് ഇത്. ഈ EMA 200ന്റെ അവിടെ നിന്ന് ഇൻവേർട്ടസ് ഹാമർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് താഴോട്ട് എടുക്കാൻ പറ്റും. കാരണം എന്താ, 200 EMA ഹെവിലി റെസ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് ആണ്. അതുപോലെ തന്നെ ഈ EMന്റെ അഗെയിൻ മുകളിലോട്ട് പോയിട്ട് ഒരു ടൈറ്റ് കൺഫർമേഷൻ വന്നു ഈ റെഡ് ക്യാൻഡിൽ റിട്ടേൺ. അപ്പോൾ നമുക്ക് അവിടെ ട്രേഡ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഷോർട്ട് പൊസിഷൻ ഓൺ ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു റേഞ്ചിൽ വേണം നമ്മൾ ഓൺ ആക്കാൻ. ഓക്കെ, നമുക്ക് താഴോട്ട് കൊടുക്കാൻ പറ്റും, അതുപോലെ ഇവിടുത്തെ ലിക്വിഡിലോട്ട് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ സ്കാൽപ്പിംഗ് ആണല്ലോ, അപ്പൊ അത്ര നേരം നമ്മൾ ഹോൾഡ് ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, ഇവിടെ വന്നിട്ട് ഈ ട്രേഡ് നമ്മൾ എടുത്ത ട്രേഡുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഇവിടെ ഒരു ഇൻസൈഡിൽ ഒരു ഇൻവേർട്ടസ് ഹാമർ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഇവിടെ ഫോം ചെയ്തത് EMA 20 എന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, EMA 50 എന്നാണ് മാർക്കറ്റ് റിജക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ EMA 50 മാർക്കറ്റ് റിജക്ട് ചെയ്തു. ഇവിടെ ആ ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, താഴോട്ട് മാർക്കറ്റ് ട്രേഡ് എടുത്തിട്ടുണ്ട് 4461 57 സംതിങ്ങിലേക്ക്. അത് രണ്ട് പോയിന്റിലോട്ട് മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വോളിയത്തിന് സപ്പോർട്ട് കൂടെ വന്നുകൊണ്ടാണ്. വോളിയം ഒരു ഹെവി സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, പെനിട്രേറ്റ് ചെയ്തിട്ട് കയറി മുകളിലോട്ട് പോകും. അവിടെ വോളിയത്തിന് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്ത് നമ്മൾ താഴോട്ട് മാർക്കറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ EMA 20, EMA 100നെ ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ ആണത്. ഈ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഈ റിഫ്ലക്ഷൻ ഒരു മാഗ്നറ്റിക് ഒരു റിപ്പൽ ഏരിയ ആയിട്ട് ഇവിടെ മാറും മാർക്കറ്റ്. സോ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ക്യാൻഡിൽ ഫോർമേഷൻ വന്നപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്തു മുകളിലേക്ക് 4466 മുകളിലോട്ട്. ഓക്കെ, അങ്ങനെ 4 എൻട്രികളായിരുന്നു.
അതുപോലെ തന്നെ ഈ ഒരു എൻട്രി സി നെക്സ്റ്റ് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഓവർലാപ്പ് എൻട്രി സ്ട്രോങ് ഓവർലാപ്പ് എൻട്രി അവിടെ വന്നിട്ടുണ്ട്. അവിടുന്ന് മുകളിലോട്ട് മാർക്കറ്റ് അഗെയിൻ അടുത്തൊരു ഓവർലാപ്പ് എൻട്രി അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലോട്ട് ഇവിടുന്ന് 4470 73 അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കാം ഇവിടെ EMA 200ന്റെ ഈ ഒരു റേഞ്ചിൽ പ്രൈസ് അഗൈൻ EMA 200 പിയറിഷ് മാർക്കറ്റിൽ മുകളിലും ബുള്ളിഷ് മാർക്കറ്റിൽ EMA താഴെയാണ് വരിക. ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. EMA 200 ബിയറിഷിലോ അത് റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യും. ഇവിടെ EMA 200 എങ്ങനെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് ഇവിടെ EMA 200 ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു ക്യാൻഡിലോട് കൂടി മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. ആ റിവേഴ്സ് ചെയ്ത് നമുക്ക് എൻട്രി മുകളിലോട്ട് എടുക്കാൻ പറ്റും. ഈവൻ ലിക്വിഡിറ്റി വരല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1:2 ടാർഗറ്റ് ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ എടുത്ത ട്രേഡ് ഈ ഒരു ട്രേഡാണ്. ഇതും അതുപോലെ തന്നെ സ്ട്രോങ് ഒരു എൻട്രി ആണ് മുകളിലോട്ടുള്ള. അത് കഴിഞ്ഞിട്ടൊരു എൻട്രി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് 200ൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ ഈ ഒരു എൻട്രി എടുത്തത് നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുള്ള ട്രേഡാണത്. സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോളിയത്തിന് സ്പൈക്ക് നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അത് നമ്മളെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്കാണ്. അതായത് ഇവിടുത്തെ വോളിയം നോക്കാതെ എന്ത് ചെയ്തു ഇവിടെ EMA 20ൽ വരുന്ന റിജക്ഷൻ കണ്ടിട്ട് ഇവിടുന്ന് എൻട്രി എടുത്ത് എന്നിട്ട് എന്ത് ചെയ്തു മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്ത് മാർക്കറ്റ് കയറി. ആ കയറിയ സമയത്ത് എന്ത് ചെയ്തു ഇവിടെ നമ്മൾ എക്സിറ്റ് ആവുകയും ചെയ്തു. സോ പ്രോപ്പർ സ്റ്റോപ്പ് ലോസും പ്രോപ്പർ ടാർഗറ്റും അപ്പം അത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് മാറി. സോ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യുന്ന ഏരിയ നോക്കിയിട്ട് മാർക്കറ്റ് ഇട്ടിട്ട് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് എൻട്രീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നിപ്പോൾ മാർക്കറ്റ് ഇപ്പോഴും ക്ലോസ് ആയിട്ടില്ല. മാർക്കറ്റ് 4544 മാർക്കറ്റ് നിൽക്കുന്നത്. സോ നമ്മൾ ഈ EMA 200 ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ലോങ് വ്യൂയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിലെ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്താ മാർക്കറ്റിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 50 മിനിറ്റ്സിലോട്ട് മാറ്റാൻ നമുക്ക് ഒന്നും കൂടെ ഒരു ഐഡിയ കിട്ടും. പക്ഷെ ഇത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അറൗണ്ട് ഈ ഒരു ഏരിയ വരെ മാർക്കറ്റിന് വരാനുണ്ട്. 4542 വരെ മാർക്കറ്റിന് വരണം. ഈ 0.786 എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ റേഷ്യോ ആണ്. അതുവരെ മാർക്കറ്റ് വന്നിട്ട് മാർക്കറ്റ് ഇനിയും താഴോട്ട് വരാനുണ്ട്. 4542 വരെ മാർക്കറ്റിന് വരാൻ നിലവിലെ സാഹചര്യത്തിലുണ്ട് ഈ ഒരു പ്രൈസ് വരെ. സോ ഈ പ്രൈസ് വരെ പ്രൈസ് വീക്കാണ്. സോ നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4544 സെല് ചെയ്യുക. 4541 നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യുക. മാർക്കറ്റ് അപ്പോഴും മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ചില ഷുവർ ഷോട്ടുകൾ നിങ്ങൾക്ക് എടുക്കാം 4543 സംതിങ് ആയി. അതുപോലെ തന്നെ കൺഫേംഡ് ട്രേഡ്സ് ഒരുപാട് വരും. നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എടുത്തു പോകാൻ പറ്റും. അതായത് സ്കാൽപ്പിംഗ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അക്കൗണ്ട് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡ്സും അതുപോലെ തന്നെ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് വളരെ ചെറിയ ടൈമേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അത് എങ്ങനെ നമ്മൾ ചെയ്തു എന്നുള്ളതിന്റെ ഒരു റിസൾട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അത്തരം ട്രേഡുകൾ നമ്മളെ ഫോസ്റ്ററിന്റെ ട്രേഡിംഗ് അക്കാഡമിന്റെ ചാനലിൽ ഇതിൽ ലൈവ് ആയിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ഇത് ഒരുപാട് പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് EMA വെച്ചിട്ട് ട്രേഡ് എടുക്കുക, EMA 20 വെച്ചിട്ട് എങ്ങനെ എടുക്കുക, EMA അങ്ങനെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാകും. അപ്പൊ എല്ലാം നമുക്ക് മനസ്സിലാക്കി വെക്കണം. എന്നാലേ നമുക്ക് ഇഗ്നോർ ചെയ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞുകൊണ്ട് ഡൈവേർജൻസ് EMA എന്താണ്, EMA സ്കാൽപ്പിംഗ് എന്താണ്, VWAP എന്താണ് സ്കാൽപ്പിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു പോകുന്നുണ്ട്. ആഗ്രഹമുള്ളവർക്ക് പഠിക്കുക. അവർക്ക് സ്കാൽപ്പേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി അതിൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. സോ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ട് നമുക്ക് ഫ്ലിപ്പ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ VWAP-നെ കുറിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തു പോയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക്
ഇതാണ് നമ്മുടെ സ്കാൽപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ട്. ഓക്കെ, ഇതിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് $150 ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്തത്. ഓക്കെ, ഇത് സ്റ്റാറിന്റെ ഒരു ലൈവ് അക്കൗണ്ട് ആണ്. സ്റ്റാറിന്റെ ലൈവ് അക്കൗണ്ടിൽ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നുള്ളത് നോക്കാം. ഇതിൽ $150 നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് സ്കാൽപ്പാണ്. ഇത് സ്കാൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ട് ചെറിയ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് റിസ്ക്കും കുറവാണ്. ഹൈ എൻഡ് റിസ്ക് നമുക്ക് എന്ത് ഇല്ല, വരില്ല. ചെറിയ റിസ്കിൽ നമ്മൾ എടുത്തു പോയ എല്ലാ ട്രേഡുകളാണ്. ഇത് അറൗണ്ട് ഒരു 80% എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 80% പ്രോഫിറ്റ് നമ്മൾ ടോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് വിത്തിൻ 2 days. 2 days എന്ന് പറയാനുള്ള കാരണം ഇതിൽ നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഇവിടെ ഉള്ള ഒരു 1 മിനിറ്റിന്റെ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ആണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ നോക്കണം, മനസ്സിലാവും. ആ ഏരോ മാർക്കാണ് ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പകൽ സമയത്തൊന്നും ട്രേഡ് ചെയ്തിട്ടില്ല. പിന്നെ ട്രേഡ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഒരു 3 മണിക്കൂർ മുന്നേ. അതായത് എപ്പോഴാണ് നമ്മൾ സ്ക്രീൻ നോക്കുന്നത് അപ്പം കാണുന്ന സ്കാൽപ്പിംഗ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത്. അല്ല, സ്കാൽപ്പിംഗിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ദിവസത്തെ ട്രേഡ് മനസ്സിലാവും. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ട്രേഡ് നടന്നിട്ടുള്ളത്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഹാഫ് ആൻ അവറിൽ ട്രേഡ് നടന്നിട്ടുള്ളൂ. ഇതിന് ശേഷം ട്രേഡ് നടന്നിട്ടില്ല. പിന്നെ ഈ ഒരു ഏരിയയിലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്കാൽപ്പിംഗ് നമുക്ക് ഒരുപാട് സമയത്തിന്റെ ആവശ്യമില്ല. കാരണം ഇതാ ഇവിടെയാണ് ട്രേഡ് പിന്നെ നടന്നിട്ടുള്ളത്. പിന്നെ ട്രേഡ് നടന്നിട്ടുള്ളത് ഈ ഒരു ഏരിയയിലുള്ളത്. പിന്നെ ട്രേഡ് നടന്നിട്ടുള്ളത് വലിയൊരു ഏരിയയിൽ നടന്നിട്ടില്ല, എന്നാൽ ചെറിയ ചെറിയ ഏരിയയിലാണ് നടന്നിട്ടുള്ളത്. ട്രേഡ് നടക്കുമ്പോൾ ഒരുപാട് ട്രേഡ്സ് അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പൊ അതായത് നമുക്ക് പ്രൈസ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു ബന്ധം വരും. മനസ്സിലായി? അതാണ് നമുക്ക് വരേണ്ടത്. ഇതിൽ 150 നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അറൗണ്ട് $238 നമ്മളൊരു 2 days കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും സ്കാൽപ്പ് ചെയ്തിട്ട് നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അക്കൗണ്ട് ഫ്ലിപ്പ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്കാൽപ്പിംഗ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു $100 അല്ലെങ്കിൽ $200 ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു $100 നിങ്ങൾക്ക് വീക്കിലി നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് മെത്തേഡ് സ്കാൽപ്പിംഗ് ആണ്. കാരണം അക്കൗണ്ട് വാഷ് ഔട്ട് ആവാനുള്ള ഒരു സാധ്യത കുറവാണ്. പക്ഷെ നിങ്ങൾ ആ ടൂളുകൾ കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ട്രേഡിന് എപ്പോഴും സിമ്പിൾ ആയിട്ട് കാണാൻ നോക്കുക. ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാൻ പറ്റും നോക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ട്രേഡാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 4543 എത്തിയപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 44, 45 റേഞ്ചിലായിരുന്നു. ഈ റേഞ്ചാണ് നമ്മൾ പറഞ്ഞ ടാർഗറ്റ്. അത് വരാനുള്ള പ്രോബബിലിറ്റി ഹെവി ഹൈ ആണ് ഇവിടെ ഈ റേഞ്ചിലോട്ട് മാർക്കറ്റ് വരാനുള്ള. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ എപ്പോഴും ട്രേഡിന് സിമ്പിൾ ആയിട്ട് കാണാൻ നോക്കുക. അത്രേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. ഓക്കെ ഗൈസ്. സോ നമുക്ക് ലേണിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.